ബ്ലൂഡീഷനിൽ എത്ര സ്മെല് ചെയ്താലും എത്ര യൂസ് ചെയ്താലും മടുപ്പ് വരാത്തൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. നല്ലൊരു സെക്സി മെൻലി കാറ്റഗറി പെടുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ബ്ലൂഡീഷനിൽ. ആ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രാഗ്രൻസ് നല്ല ഗ്രേ ഫ്രൂട്ട്, സിട്രസ്, മിൻറ്റ്, ലെമണ്, സാൻഡൽവുഡ്, സെഡാർ, വെറ്റിവർ, അതുപോലെ മസ്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. എനിക്ക് ഈ ഗ്രേ ഫ്രൂട്ടിൻ്റെയും ജിഞ്ചറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂഡീഷൻ്റെ ആൾട്ടർനേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ 2 പെർഫ്യൂമാണ്. അർമാഫിൻ്റെ ക്ലബ് ഡിനോയി ഐക്കോണിക് എന്ന് പറയും, അതുപോലെ അർമാഫിൻ്റെ ടാഗ് സീരീസിലെ ടാഗ് ഹിം പോറോ. ഓക്കെ, ഇത് രണ്ടും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് വൺ നിങ്ങൾക്കറിയാലോ, ഐക്കോണിക് അടിപൊളി സ്മെൽ. പിന്നെ ഈ സിട്രസി ഫ്രാഗ്രൻസ് ആണ്, ഫ്രഷ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. സർ ഓ സൂപ്പർ. സമ്മറിലൊക്കെ അടിക്കാൻ പറ്റിയ കിഡിലൻ സാധനമാണ് അർമാഫിൻ്റെ ക്ലബ് ഡിനോയി ഐക്കോണിക്. ഇതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഓവർ സിട്രസി, ഓവർ മിൻറ്റി ഫ്രാഗ്രൻസ് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഷർട്ടിലൊക്കെ അപ്ലൈ ചെയ്താൽ ഫസ്റ്റത്തെ ആ ഒരു ടൈം മാത്രമേ ഇതിൻ്റെ ആ ഒരു ഓവർ ഫീലിംഗ് ഉള്ളൂ. പിന്നെ അങ്ങോട്ട് മൈൽഡായിട്ട് നമ്മുടെ പക്ക ബ്ലൂഡിഷൻ്റെ ആ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് റിയലി നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ദ സെക്കൻഡ് വൺ അർമാഫിൻ്റെ തന്നെ ടാഗ് സീരീസിൽ പോറോ. ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അറ്റമൈസറൊക്കെ സെയിം ആണ്. ഓക്കെ, ഇതിൽ ആ ഒരു ഓവർ സാൾട്ടി മിൻറ്റി സിട്രസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു ബ്ലൂഡിഷനായിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ സെയിം ആയിട്ട് കിട്ടുന്നൊരു കിട്ടിലൻ സാധനമാണ് അർമാഫിൻ്റെ ടാഗ് ഹിം. ഐ ലൈക്ക് ദിസ് മോർ. പിന്നെ എനിക്ക് ലാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 5, 6, 7 ആ റേഞ്ചിലൊക്കെയാണ് ലാസ്റ്റിംഗ്. ഞാൻ പിന്നെ ഓവർ സ്പ്രേ അതുപോലെ റീഅപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു 2 hours ഉള്ളിലായിട്ട് നിങ്ങൾക്ക് പ്രൊജക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പ്രൊജക്ഷൻ ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടിക്കിട്ടും. അത് നിങ്ങൾ എത്ര സ്പ്രേ അടിക്കുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നിങ്ങളുടെ ക്ലോത്ത്, ലൈഫ് സ്റ്റൈലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും